അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അവൻ്റെ സൃഷ്ടി മാഹാത്മ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും ഇതര സൃഷ്ടികളെ സംബന്ധിച്ചുമൊക്കെയുള്ള പരാമർശങ്ങൾ പലയിടങ്ങളിലും കാണാം. ഈ സൃഷ്ടിപ്പിൽ ഒന്നും തന്നെ യാതൊരുവിധ ന്യൂനതയോ പിഴവുകളോ കണ്ടെത്തുവാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് പരിപൂർണമാണ്. അതിലെന്തെങ്കിലും ഒരു ന്യൂനത ഇന്നേ വരെ മനുഷ്യൻ കണ്ടെത്തുകയോ കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ മുൽക്കിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവാകുന്നു 7 ആകാശങ്ങളെ പടച്ചവൻ. അതിൽ മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റവ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഫർജിഇൽ ബസർ ഹൽ തറാ മിൻ ഫുതൂർ, നീ നിന്റെ ദൃഷ്ടി കാഴ്ച അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിലേക്ക് മടക്കുക. ആവർത്തിച്ചാവർത്തിച്ച് അവയെ പരിശോധിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. യാതൊരുവിധ ന്യൂനതയും കാണാൻ കഴിയാതെ നിന്റെ ദൃഷ്ടികൾ നിരാശരായി മടങ്ങും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൃഷ്ടിപ്പിനെ കുറിച്ച് നടത്തിയിട്ടുള്ള നിരവധി പരാമർശങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇങ്ങനെ സൃഷ്ടിപ്പിന്റെ പരിപൂർണതയെക്കുറിച്ച് പറയുന്ന അള്ളാഹു ഒട്ടുമിക്ക സ്ഥലത്തും അള്ളാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ചും പറയുന്നത് കാണാം. പ്രവാചകന്മാരുടെ അവരെ നിയോഗിച്ചതിനെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. നമ്മുടെ അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിനോട് ചേർത്ത് അല്ലാഹു തആല പറയുന്ന പലയിടങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം, സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ശരീഅത്തിനെ കുറിച്ച് പറയുമ്പോൾ അവ പരസ്പരമുള്ള ബന്ധമെന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരുവിധ ഏറ്റവ്യത്യാസമോ ന്യൂനതയോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ലാത്തതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ശരീഅത്തിലും യാതൊരുവിധ ന്യൂനതയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്നത്. സൃഷ്ടിപ്പ് പരിപൂർണമാണ്, അള്ളാഹുവിന്റെ ശരീഅത്തും പരിപൂർണമാണ് എന്നതാണ് ഇത് തമ്മിലുള്ള ബന്ധമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറുതെന്നോ വലുതെന്നോ നമുക്ക് തോന്നുന്ന, ജീവിതത്തിന്റെ അതിനിസ്സാരമെന്ന് നമ്മൾ പറയുന്ന ഏതേത് സന്ദർഭങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം നമ്മുടെ ദീനിന് നിർദ്ദേശങ്ങളുണ്ട്. ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്ക് നൽകുന്ന പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതിന്റെ വ്യാഖ്യാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ശത്രുക്കൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോട് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മതം എന്തൊരു മതമാണ്, സകലമാന കാര്യങ്ങളും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നവർ പറയാറുണ്ടായിരുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു
ആ ഒരു പരാമർശത്തോട്, ശത്രുക്കളുടെ ഈ ഒരു പരാമർശത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ശരിയാണ്. ഞങ്ങളുടെ പ്രവാചകൻ മുഴു കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജന മര്യാദ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രാഥമികമായ കാര്യങ്ങളുടെ നിർവഹണത്തിൽ പോലും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത് എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നർത്ഥം. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടാണ് ഞാൻ കണ്ണടച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തറക്തുക്കും അലൽ മഹജ്ജ ലൈലുഹാ കനഹാരിഹാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ തെളിഞ്ഞ, വളരെ സ്പഷ്ടമായ ഒരു വഴിയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. അതില് രാവ് പോലും പകലിന് സമാനമാണ്. രാവ് പോലും പകലിന് സമാനമായ ഇരുട്ട് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാത്ത, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭവുമില്ലാത്ത വിധം വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് ഞാൻ ദീൻ പഠിപ്പിച്ചു തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് കണ്ണടച്ചു പോകുന്നത്. ഇനി ഈ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവൻ ലാ യഹ്ലിക്, ഇതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവൻ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നാശത്തിന്റെ വഴിവെട്ടുന്നവനല്ലാതെ ഈ ഒരു ഋജുവായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയില്ല എന്ന അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നും ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നതിൽ അവിടുന്ന് ഉണ്ടായിരുന്ന കാരുണ്യവും കൃപയും എത്രത്തോളമുണ്ട് എന്ന് വളരെ മനോഹരമായ ഉദാഹരണങ്ങളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ ഫജഅല അൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ വഹുവ യദബ്ബുഹുന്ന അൻ വഅന ആഖിദും ബിഹുജസികും വഅൻതും തഫല്ലതൂന മിൻ യദിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ ഈ ഉമ്മത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അങ്ങേയറ്റത്തെ കൃപയും സ്നേഹവും വരച്ചു കാട്ടുന്നുണ്ട്. ഒരു മനുഷ്യൻ തീ കത്തിക്കുന്നു. ആ തീയുടെ ഭാഗ്യ സൗന്ദര്യം കണ്ട് പാറ്റകളും പ്രാണികളും അതിൽ വന്ന് ചാടാൻ തുടങ്ങുന്നു. ഈ തീക്ക് പ്രത്യക്ഷത്തിൽ ഭാഗികമായ ഒരു സൗന്ദര്യമുണ്ടല്ലോ. ആ സൗന്ദര്യം കണ്ട് പാറ്റകളും പ്രാണികളും അതിന്റെ അപകടം മനസ്സിലാക്കാതെ അവയിൽ വന്ന് ചാടുന്നു. തീ കത്തിച്ച മനുഷ്യനറിയാം ഇതിന്റെ അപകടം. അതിനോട് അടുത്തു കഴിഞ്ഞാൽ അഥവാ ജീവികളുടെ, പ്രാണികളുടെ, പാറ്റകളുടെ അന്ത്യമായിരിക്കുമെന്ന് തീ കത്തിച്ച ആൾക്കറിയാം. അദ്ദേഹത്തിന് ഇതിന്റെ ഗൗരവം അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ പാറ്റകളെ അവയിൽ വന്ന് ചാടാതിരിക്കാൻ ആട്ടി ഓടിക്കുന്നു. എന്നിട്ട് റസൂൽ പറയാണ്, വന ആഖിദും ബിഹുജസികും, ഞാൻ നിങ്ങളുടെ ഊരക്കെട്ട് പിടിച്ച് നരകത്തിൽ പോയി ചാടല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ പിറകോട്ട് വലിക്കുന്നു. പക്ഷേ നിങ്ങൾ കുതറി, എന്റെ കയ്യിൽ നിന്ന് കുതറി ശാഠ്യം പിടിച്ച് നിങ്ങൾ ആ തീയിൽ തന്നെ പോയി ചാടുകയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ സന്ദേശത്തിൽ നിന്നുള്ള നേരിയ ഒരു വ്യതിയാനം പോലും, നേരിയ ഒരു വ്യതിചലനം പോലും അത് നിങ്ങളെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ഇന്ധനമാക്കി മാറ്റും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഞാൻ 1-2 ഹദീസുകളാണ് ഇത് സംബന്ധമായി പറഞ്ഞത്. ഇത് നമ്മൾ പരതിയാൽ ധാരാളക്കണക്കിന് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ഏതൊരു മനുഷ്യൻ വ്യതിചലിച്ചു പോകുമ്പോഴും അതിന്റെ അടിസ്ഥാന കാരണമായി പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതുപോലെ അവിടുത്തെ ചര്യയിൽ നിന്നുള്ള വ്യതിചലനമാണ്.
മറ്റൊന്ന് ഇഖ്ലാസിൽ നിന്നുള്ള പിറകോട്ട് പോക്കാണ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് ശുദ്ധമായ തൗഹീദാണ്. ശുദ്ധമായ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനമാണ്. ശരിയായ ഇത്തിബായിൽ നിന്നുള്ള പിറകോട്ടടിയാണ് സകലമാന പാപങ്ങളുടെയും അസ്ഥിവാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പാപങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നുമായി ചെന്ന് ചേരുന്നതായി കാണാൻ പറ്റും. നമ്മുടെ ജന്മശത്രുവായ പിശാച് അള്ളാഹുവിനെ പിടിച്ച് ശപഥം ചെയ്തിട്ടുള്ളതും ആളുകളെ ശരിയായ റൂട്ടിൽ നിന്ന് വഴിതെറ്റിക്കാൻ ഞാൻ പാടുപെട്ട് അധ്വാനിക്കുമെന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അള്ളാഹുവിനെ പിടിച്ച് ശപഥം ചെയ്ത് പിശാച് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ള കാര്യം, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. അള്ളാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ചത് കാരണം ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഞാൻ വഴിപിഴപ്പിക്കും. അതിന് ഞാൻ സ്വീകരിക്കുന്ന കാര്യം ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിലുള്ള തെറ്റായ ബാത്തിലായ സത്യവിരുദ്ധമായ കാര്യങ്ങളെ ഞാൻ അവർക്ക് നന്നായി തോന്നിപ്പിച്ചു കൊടുക്കും. ചെയ്യുന്ന കാര്യങ്ങൾ പരമാബദ്ധമായിരിക്കും, നമ്മുടെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാകും. പക്ഷേ അത് നല്ലതാണ് എന്നൊരു തോന്നൽ ഞാൻ അവർക്കുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഞാൻ അവരെ വഴിതെറ്റിക്കും. ചെയ്യുന്നത് അത് തനി ദീനിനുള്ള വ്യതിയാനമാണെങ്കിൽ പോലും അതിന് ചില നൂതനമായ വ്യാഖ്യാനങ്ങൾ, സ്വയംകൃതമായ വ്യാഖ്യാനങ്ങൾ നൽകി ആളുകളെ വഴിപിഴപ്പിക്കും. അതിനുള്ള ദുർബോധനം അതൊക്കെ ഞാൻ അവർക്ക് നൽകി അങ്ങനെ മുഴുവൻ ആളുകളെയും ഞാൻ വഴിപിഴപ്പിക്കും എന്നവൻ ശപഥം ചെയ്തിട്ടുണ്ട്. അവരെ മുഴുവനും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്ന, അവൻ സ്വയം പരാജയം സമ്മതിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധ്യമല്ലാത്തൊരു വിഭാഗമുണ്ട്. അത് ഇല്ലാ ഇബാദക മിൻകുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ നിന്റെ അടിമകളെ വഴിപിഴപ്പിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഇബ്ലീസ് തന്നെ സ്വയം പരാജയം സമ്മതിച്ചിട്ടുണ്ട്. ആരാണ് മുഖ്ലിസ്? ശുദ്ധമായ തൗഹീദുള്ള ആളുകളാണ്. അവരാണ് മുവഹിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അള്ളാഹുവിന് ചെറുതോ വലുതോ ആയ യാതൊരുവിധ ശിർക്കും ചെയ്യാത്തവർ, പ്രകടനപരത, ലോകമാന്യം എന്ന് പറയുന്ന ചെറിയ ശിർക്ക്, അത് ജീവിതത്തിൽ നിന്ന് ദൂരെ നിർത്തുന്നവർ, കാപ്പറ്റ്യത്തെ നമ്മുടെ ജീവിതമായി ഒരിക്കലും സന്ധിക്കാത്ത വിധം അതിനെ അതിവിദൂരമായ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നവൻ, ശുഭഹാത്തുകളെ മാറ്റി നിർത്തുന്നവൻ, സംശയങ്ങളെ അഥവാ നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരുന്ന സംശയങ്ങളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ദൃഢവിശ്വാസിയായി മാറുന്ന ആളുകൾ, തന്നിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നവർ, അത്തരത്തിൽ അവസ്ഥകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവർ, ഈ പറയപ്പെട്ട 4 കാര്യത്തിൽ നിന്നും ഒരാൾ വിട്ടുനിൽക്കുമ്പോഴാണ്, ഈ പറയപ്പെട്ട 4 കാര്യത്തിൽ നിന്നും ഒരാളുടെ ജീവിതം അങ്ങേയറ്റം ദൂരം പാലിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുഖ്ലിസായി മാറുന്നത്. ശിർക്ക് കടന്നു വരാൻ പാടില്ല, പ്രകടനപരത കടന്നു വരാൻ പാടില്ല, കാപ്പട്യം കടന്നു വരാൻ പാടില്ല, പ്രശസ്തി കടന്നു വരാൻ പാടില്ല, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾക്ക് തെല്ലും സംശയമുണ്ടാകാൻ പാടില്ല, തന്നിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വഴികേടിലേക്ക് നയിക്കാൻ പാടില്ല. ഈ പറയപ്പെട്ട 4 കാര്യത്തിൽ നിന്നും ഒരാൾ മുക്തനാകുന്നതോടുകൂടെയാണ് അവൻ യഥാർത്ഥ മുഖ്ലിസായി മാറുന്നത്. അങ്ങനെ മുഖ്ലിസായ ഒരാളെ വഴിപിഴപ്പിക്കുവാൻ എനിക്ക് സാധ്യമല്ലെന്ന് സ്വയം ഇബ്ലീസ് പരാജയം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഇഹത്തിലും പരത്തിലും രക്ഷ ആഗ്രഹിക്കുന്നവർ ഈ ഒരു മുഖ്ലിസായി അവൻ മാറേണ്ടതുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ്. അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള ഒരു വലിയ മഹാനായ പണ്ഡിതനാണ് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ എന്ന് പറയുന്നത്. തൗഹീദിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു മഹാനാണ്. ശിർക്കിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച മഹാനാണ്. തന്റെ ഒരു പുരുഷായുസ് മുഴുവനും ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളെ തച്ച് തകർക്കാൻ വേണ്ടി ജീവിതത്തെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള, മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സാരോപദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധ മുവഗ്ഗിദുകളാകുകയാണ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ള യഥേഷ്ടം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രം ഞാൻ പറയാം. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം, ലാ ഫലാഹ ലക് ഹത്താ തത്തബിയൽ കിതാബ വസുന്ന, ഖുർആനും സുന്നത്തും ഇത്തിബാഅ് ചെയ്യുകയല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയാണ്. ലാ ഫലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വിജയവുമില്ല. വിജയത്തിന്റെ ഒരു ചെറിയ അംശം പോലും നിനക്ക് ജീവിതത്തിൽ നേടാൻ സാധ്യമല്ല. വിജയം കിട്ടണമെങ്കിൽ ആകെ ഒരൊറ്റ മാർഗമേ നിന്റെ മുമ്പിലുള്ളൂ. അത് ഖുർആന്റെ പിന്നിൽ പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിനെ പൂർണ്ണമായും അനുധാവനം ചെയ്യണം. ഇത് മാത്രമാണ് രക്ഷാമാർഗം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ എന്ന് പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുക, ബിദ്അത്ത് ചെയ്യരുത്, ബിദ്അത്തിന്റെ പിന്നാലെ പോകരുത്. വതിഉ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വവഹിദു, നിങ്ങൾ മുവഹിദുകളായി മാറണം. വലാ തുശ്രികു, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ശൈഖുൽ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയാണ്. ഇത് ഒന്നു മാത്രമാണ്. എത്രയോ ഉപദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നീ അല്ലാഹുവിനെ മാത്രമേ വിളിക്കാവൂ. തന്റെ ധാരാളക്കണക്കിന് മക്കളെ, ഒരുപാട് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഈ മക്കളെയൊക്കെ തന്റെ മരണവേളയിൽ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം മക്കൾക്ക് നൽകിയ ഉപദേശങ്ങളിലും കാണാം, അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ വിളികൾ, പ്രാർത്ഥനകൾ ഉയരേണ്ടത് അല്ലാഹുവിലേക്കാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുള്ളത്, കുൽ അല്ലാഹു അക്ബർ അൽഫ മറ ബിഖൽബിക് വമറതൻ ബിലിസാനിക്, നീ നിന്റെ ഹൃദയം കൊണ്ട് 1000 തവണ അല്ലാഹു അക്ബർ പറയണം. നാവ് കൊണ്ട് ഒരു തവണ പറഞ്ഞാൽ മതി. നാവ് കൊണ്ട് ഒരു തവണ പറയുന്നതിന് മുമ്പ് 1000 തവണ മനസ്സുകൊണ്ട് അല്ലാഹു അക്ബർ പറയൂ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയണം എന്ന് മഹാനായ ശൈഖ് റഹിമഹുല്ല പഠിപ്പിച്ചതായി കാണാം. നീ യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ നമസ്കാരത്തിലടക്കം നീ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നീ പച്ച നുണയാണ് പറയുന്നത് എന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. തഖൂലു അല്ലാഹു അക്ബർ, നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, പക്ഷേ വഇന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറ, അല്ലാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകൾ നിന്റെ മനസ്സിലുണ്ട്. കുല്ലുമാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക്, അല്ലാഹുവിനെ അല്ലാതെ നീ ആരെയാണോ ആശ്രയിക്കുന്നത് അതൊക്കെ നിന്റെ ഇലാഹ് തന്നെയാണ്. അതുകൊണ്ട് നിന്റെ വിളികൾ ഉയരേണ്ട, നീ അല്ലാഹുവിനല്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെയാണോ വിളിക്കുന്നത് അതൊക്കെ നിന്റെ ഇലാഹാണ്. ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുകയും ചെയ്തിട്ട് നീ നമസ്കാരത്തിൽ വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നീ പറയുന്നത് കപട പ്രസ്താവനയാണ്, ഒരു കള്ള പ്രസ്താവനയാണ് എന്ന് മഹാനായ ശൈഖ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഇത്ര കണ്ട് തൗഹീദിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചിട്ടുള്ള ഒരു മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ല. പിൽക്കാലത്ത് അദ്ദേഹത്തെ തന്നെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുവാനും സഹായം തേടാനും തുടങ്ങി. നിങ്ങൾ 1000 തവണ മനസ്സുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന് പറഞ്ഞ ശൈഖിനെ തന്നെ ആളുകൾ 1000 തവണ വിളിക്കുന്ന തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് വന്നു. ചരിത്രത്തിൽ അങ്ങനെ പല വിരോധാഭാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് ശക്തമായി സമൂഹത്തിന് ബോധവൽക്കരണം നടത്തിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ തന്നെയും വിഗ്രഹങ്ങൾ കഅബക്കുള്ളിൽ സ്ഥാപിച്ച് അതിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞിട്ടുള്ളത് ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്നാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ലക്ഷോപലക്ഷം ആളുകൾ നിങ്ങൾ ദൈവമോ ദൈവപുത്രനോ ആണ് എന്ന് പറയുന്ന തലതിരിഞ്ഞ അവസ്ഥ വന്നിട്ടുണ്ട്.
ഇതേപോലെയാണ് ശൈഖിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശൈഖിന്റെ ചരിത്രം പരിശോധിച്ചാലും കാണുന്നത് 1000 തവണ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്ക്, മനസ്സിൽ ഉറപ്പിക്കുക അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന്. ആ ശൈഖിനെ തന്നെ 1000 തവണ വിളിക്കുന്ന തലതിരിഞ്ഞ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ, ശൈഖിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു കപട പ്രസ്താവനയാണ്, ഇത് സത്യവിരുദ്ധമാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പരതിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പറയാൻ കാരണം ശൈഖിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ജന്മദിനമോ പല രീതിയിലുള്ള ആചാരങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ സാക്ഷാൽ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ ഇതിനൊന്നിനെയും അനുകൂലിക്കുന്ന ആളല്ല. ഖുർആനും സുന്നത്തും ഇത്തിബാഅ് ചെയ്യൽ മാത്രമാണ് രക്ഷയുടെ മാർഗമെന്ന് സമൂഹത്തെ 90 വയസ്സ് വരെ ജീവിച്ച ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഈ ഒരു കാര്യം മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും അവർക്ക് ഈ വിഷയത്തിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാനാണ്. അദ്ദേഹത്തെ തന്നെ ഈ വിധത്തിലുള്ള ദീനിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള ചട്ടുകമായി അദ്ദേഹത്തെ തന്നെ മാറ്റുന്നത് വളരെ ഗുരുതരമായ അപരാധമാണ് എന്ന് അദ്ദേഹത്തിന്റെ വരികളിലൂടെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് ഒരു ജനത വഴിതെറ്റിപ്പോകുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, അഥവാ ഇഖ്ലാസ്. ആ ഇഖ്ലാസിന്റെ വ്യതിചലനമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിളികൾ ഒക്കെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാരണമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ആ ചര്യ അനുധാവനം ചെയ്യുന്നതിനുള്ള പിറകോട്ട് പോക്കാണ്, ബിദ്അത്തുകളാണ്. ബിദ്അത്ത് വളരെ ഗൗരവമാണ്. ശൈഖുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്. ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട്. ഒരു കാര്യം മാത്രം പറയാം. ഇദ്രീസുൽ ഖൗലാനി റഹിമഹുല്ലാ എന്ന് പറയുന്ന താബിഈ പണ്ഡിതരിൽ പ്രമുഖനായ അബൂ ഇദ്രീസുൽ ഖൗലാനി റഹിമഹുല്ലയുടെ ഒരു വാചകമുണ്ട്. ആ ഒരു വാചകം മനസ്സിരുത്തി പഠിച്ചാൽ തന്നെ ബിദ്അത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആയത്തുകളും ഹദീസുകളും എല്ലാം ഉണ്ട്. അതിനെല്ലാം പുറമെ ഈ ഒരു വാചകം മാത്രം നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ച് കാണുകയും കേൾക്കുകയും ചെയ്താൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്: ലഅൻ നറാ ഫിൽ മസ്ജിദി നാറൻ ലാ അസ്തതിഉ ഇത്ഫാഅഹ അഹബ്ബു ഇലയ്യ മിൻ അൻ അറാ ഫീഹി ബിദ്അതൻ ലാ അസ്തതിഉ തഗ്യീറഹ. ഒരു പള്ളി, ഒരു മുസ്ലിം ആരാധനാലയം, പള്ളി, അതിങ്ങനെ കത്തിച്ചാമ്പലാകുന്നത് ഞാൻ കാണുന്നു. ഒരു പള്ളിയിൽ ബിദ്അത്ത് അത് സജീവമായി നടക്കുന്നു. ഇതില് എന്നെ ഏറെ അലട്ടുന്നത് ബിദ്അത്ത് നടക്കുന്ന പള്ളികളിൽ ബിദ്അത്ത് നടക്കുന്ന പള്ളിയാണ്. പള്ളി എനിക്ക് കത്തിച്ചാമ്പലാകുമ്പോൾ ആ തീ അണക്കാൻ കഴിയാത്തതിൽ എനിക്ക് വേദനയുണ്ട്. പള്ളിയിൽ ബിദ്അത്ത് കാണുമ്പോഴും എനിക്ക് വേദനയുണ്ട്. ഇതിൽ എനിക്ക് കൂടുതൽ വേദനയുള്ളത് ഈ പള്ളിയിൽ നടക്കുന്ന ബിദ്അത്തുകൾ കാണുമ്പോഴാണ്. ഒരു പള്ളി നിന്ന് കത്തിച്ചാമ്പലാകുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന വേദനയുടെ തീവ്രത അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിനും അപ്പുറമാണ് ഒരു പള്ളിയിൽ നടക്കുന്ന ബിദ്അത്തുകൾ വിശ്വാസിയുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന എന്നാണ് താബിഈ പണ്ഡിതനായ അബൂ ഇദ്രീസുൽ ഖൗലാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവപൂർവമാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുള്ളത്. ഈ മാസത്തിലും തൊട്ടുമുമ്പുള്ള മാസങ്ങളിലുമെല്ലാം നമ്മുടെ പരിസരങ്ങളിലുമൊക്കെയുള്ള പല സഹോദരങ്ങളും പള്ളികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പള്ളിക്ക് പുറത്ത് വേറെയുമുണ്ട്. പള്ളിയിലാകുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടെ വർദ്ധിക്കുന്നു എന്നതാണ് ഈ ഒരു പരാമർശത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ബിദ്അത്തുകളെയാണ് ഏറെ നമ്മൾ ഭയപ്പെടണം. ശിർക്ക് ബിദ്അത്തുകളെ ഏറെ ഭയപ്പെടണം. കാരണം ബിദ്അത്ത് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ശത്രുതയാണ്. പുറമെയുള്ള ശത്രുതയേക്കാൾ ഉള്ളിലുള്ള ശത്രുതയാണ് ഏറെ ഭയപ്പെടേണ്ടത്. ചരിത്രം പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസാ നബിയുടെ അനുയായിയായി നടന്നിരുന്ന ഒരു കപടനുണ്ടായിരുന്നു. സാമിരി എന്നാണ് അയാളുടെ പേര്. ഈ സാമിരി മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ ആ സമയത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി
ആ കാളക്ക് കരയുന്ന ഒരു ശബ്ദവും കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മൂസാ നബി അന്വേഷിച്ചു പോയ ദൈവം ഇതാണ്, അതുകൊണ്ട് ഇതിനെ ആരാധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോ പലരും അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഹാറൂൻ അലൈഹിസ്സലാം പാടുപെട്ടവരോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് വഴികേടാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉപദേശമൊന്നും അവർ സ്വീകരിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങി വരുന്ന സമയത്ത് പലരും ഈ കാളയുടെ മുമ്പിൽ, കാളയുടെ കൃത്രിമമായി ഉണ്ടാക്കിയ കാളയുടെ മുമ്പിൽ നൃത്തം വെക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. വെറും 40 ദിവസത്തിന്റെ ചുവടെയാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. എന്നാൽ പതിറ്റാണ്ടുകളായി ഫിറഔൻ ബനൂ ഇസ്രായേലിലെ വിശ്വാസികളെ, മൂസാ നബിയുടെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ പല വിധത്തിലുള്ള പീഡനങ്ങളും, തുല്യതയില്ലാത്ത പീഡനങ്ങൾ വിശ്വാസികളെ അനുഭവിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ഒരാൾ പോലും ഫിറൗന്റെ പക്ഷത്തേക്ക് പോയിട്ടില്ല. പതിറ്റാണ്ടുകൾ അവന്റെ അധികാര ദണ്ടുപയോഗിച്ച് വിശ്വാസികളെ പഴയ ശിർക്കിലേക്കും ഖുറാഫത്തിലേക്കും കൊണ്ടുവരാൻ പാടുപെട്ടവൻ ശ്രമിച്ചിട്ടും ഒരാൾ പോലും അവരുടെ വിശ്വാസം ഒഴിവാക്കി ഫിറഔൻ പറയുന്ന പിഴച്ച വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയില്ല. പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള സാമിരി എന്ന് പറയുന്ന വ്യക്തി 40 ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൃത്രിമം കാണിച്ചപ്പോഴേക്ക് ഒരുപാട് ആളുകൾ ആ വിശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പാഠം, അകത്തുള്ള ശത്രുതയാണ് പുറത്തുള്ള ശത്രുവിനേക്കാളേറെ ഗൗരവത്തിലെടുക്കേണ്ടത് എന്ന ഏറ്റവും വലിയൊരു പാഠം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അധിനിവേശത്തെക്കാൾ ഒരാൾ ഭയപ്പെടേണ്ടത് ബിദ്അത്തിനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ കാണാം. അധിനിവേശത്തിലൂടെ നഷ്ടപ്പെടുന്നത് മണ്ണാണ്, ഭൂമിയാണ്. പക്ഷേ ബിദ്അത്തിലൂടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ദീനാണ്, ആദർശമാണ് നഷ്ടപ്പെടുന്നത്. അതാണ് ഏറ്റവും ഗൗരവമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും അഥവാ തൗഹീദും ഇത്തിബാഉം ശരിയാകാതെ നമ്മുടെ ഇബാദത്ത് എത്രമേൽ പ്രത്യക്ഷത്തിൽ അത് ശരിയാണെങ്കിൽ പോലും അതുകൊണ്ടൊരു പ്രയോജനമുണ്ടാവില്ലെന്നും പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറയാം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ഈ ദീനിലുള്ള സ്ഥാനം നമുക്കറിയാം. അഫ്ളലു ഹാദിഹിൽ ഉമ്മ ബഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ്. മുഹമ്മദ് നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ അതിശ്രേഷ്ഠനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തും പിഴച്ചുപോയിട്ടുള്ള ഖവാരിജുകൾ എന്ന് പറയുന്ന റസൂലുള്ളാഹ് ഹദീസിലൂടെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഇബാദത്തും പരിശോധിച്ചാൽ പ്രത്യക്ഷത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് ഇവരുടെ ഇബാദത്തിന്റെ താഴെ വരും. കണ്ണുകൂടെ നോക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് പ്രത്യക്ഷത്തിൽ കുറവാണ്, ഇവരുടെ ഇബാദത്ത് കൂടുതലുമാണ്. ഇവരെ കുറിച്ച് പറയുന്നത് അവരുടെ കാൽമുട്ടുകളിൽ ഒട്ടകത്തിന്റെ കാലുകളിൽ ഉണ്ടാകുന്നത് പോലുള്ള തഴമ്പ്, സ്കാരത്തിൽ ദീർഘമായ സുജൂദ് ചെയ്തിട്ട് ആ വിധത്തിലുള്ള തഴമ്പ്, മുഖത്ത് രാത്രി നമസ്കരിച്ചതിന്റെ ലക്ഷണങ്ങൾ, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ തേനീച്ചകളുടെ മൂളക്കം പോലെയുള്ള ഒരു മൂളക്കം, ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ശബ്ദം, ഇങ്ങനെ ഇബാദത്തിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു അവർ. ഈ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് കിലാബു അഹ്ലിൻ നാർ, നരകാവകാശികളിലെ പട്ടികളാണ് അവർ. എന്റെ പ്രയോഗമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത്രമേൽ ഇബാദത്ത് ചെയ്ത ആളുകൾ എന്തുകൊണ്ട് നരകത്തിൽ ഈ പറയപ്പെട്ട ജീവികളെ പോലെയായി? അവരുടെ ഇബാദത്ത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യക്കനുസരിച്ചല്ല. അവർ മുത്തബികളായിരുന്നില്ല, മുബ്തദികളായിരുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയോ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന വ്യക്തിയാണ്. എന്താ വ്യത്യാസം? അദ്ദേഹം മുത്തബിയാണ്. 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിന് 8 കവാടമാണുള്ളത് എന്ന് നമുക്കറിയാം. അബൂബക്കർ ഇതിലെ വരൂ എന്ന് 8 കവാടങ്ങളിലൂടെയും സ്വാഗതം ചെയ്യപ്പെടുന്ന സ്വർഗത്തിലേക്ക് 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള അത്രയും വലിയൊരു മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ഇബാദത്തുകളെ താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് കുറവാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ ഈ ഒരു വലിയ ദറജയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹം സുന്നത്തിനോട് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയാണ്. ആ ഒരു പ്രതിബദ്ധതയുള്ള ആരായി മാറുക എന്നത് മാത്രമാണ്
രക്ഷപ്പെടാനുള്ള ഏക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ, അവരെ സംബന്ധിച്ച് പലപ്പോഴും പ്രത്യേകിച്ച് ഇക്കാലത്ത് വലിയ ആശങ്കയിലാണ് ഒട്ടുമിക്ക രക്ഷിതാക്കൾ. ആശങ്കക്ക് ന്യായങ്ങളുണ്ട്. മക്കളെ വഴിതെറ്റിക്കുവാനും അവരെ വലവീശി പിടിക്കുവാനും പലരും രംഗത്തുണ്ട്. അവർ പഠിക്കുന്ന കലാലയങ്ങൾ അവർ ഏത് സമയത്തും വഴിതെറ്റിപ്പോകാൻ മാത്രം മണ്ണ് പാകപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല അശ്ലീല പ്രവർത്തനങ്ങൾക്കും പരിശീലനം നൽകുന്ന അതുമായി ബന്ധപ്പെട്ട ബോർഡുകൾ, പരസ്യങ്ങൾ വരെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. സാഹിത്യ മേഖല, നിഷിദ്ധമായ പല മേഖലകളും, പ്രസിദ്ധീകരണങ്ങൾ, മദ്യം, മഴക്കുമരുന്ന്, വ്യഭിചാരം തുടങ്ങിയ അധാർമിക പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട നിര മക്കളെ വഴിതെറ്റിക്കാനായി പ്രത്യേകം നമ്മുടെ നാടുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി തന്റെ സഹപാഠികൾക്ക് ലഹരി നൽകി അവരെ പീഡിപ്പിച്ചിട്ടുള്ള പത്രവാർത്തകൾ വായിച്ചിട്ട് നമ്മൾ അധിക കാലമായിട്ടില്ല. ഇങ്ങനെയുള്ള എത്രയോ ദുരന്തങ്ങൾ. സ്വർഗാനുരാഗികൾ, അവർക്ക് തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കണം, അതിന്റെ അവകാശം വകവെച്ച് തരണം എന്ന പേരിൽ ആ ഒരു അവകാശത്തിന് വേണ്ടി 50 ലക്ഷം പേര് പങ്കെടുക്കുന്ന പരേഡ് നടന്നിട്ടുള്ള കാലമാണ്. ഞാനിതൊക്കെ എണ്ണിപ്പറഞ്ഞത് ഇത്രമേൽ വലിയ അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. കുറയുകയല്ല, ഇത് വളർന്നു വരികയാണ്. നമ്മുടെ മക്കൾ അതിൽ ഒരു കണ്ണി ആകാതിരിക്കാൻ, നമ്മുടെ മക്കളെ ഇഹത്തിലും പരത്തിലും നമ്മുടെ കൂടെ അവർ ഉണ്ടാകാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. ആകെ ഒരു പരിഹാരമാണ് അതിനുള്ളത്. അവർക്ക് ധാർമ്മികമായ ബോധം നൽകുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള സാരോപദേശങ്ങൾ നമ്മൾ നിർബന്ധമായും വായിക്കണം. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു പേജ് മൊത്തം ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള സാരോപദേശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശിർക്കിന്റെ ഗൗരവം പറയുന്നു, പരലോകത്തെ കുറിച്ചുള്ള ബോധം നൽകുന്നു, നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, ക്ഷമ വേണമെന്ന് പഠിപ്പിക്കുന്നു, നടത്തത്തിലും സംസാരത്തിലും പോലും മര്യാദകൾ പാലിക്കണമെന്ന് പറയുന്നു, ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന ഉപദേശം നൽകുന്നു എന്ന് തുടങ്ങി ജീവിതത്തിന്റെ മുഴുമേഖലകളുമായി ബന്ധപ്പെട്ട സാരോപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള പരാമർശങ്ങൾ സൂറത്ത് ലുഖ്മാനിൽ നമുക്ക് കാണാൻ പറ്റും. അതില് ഏറ്റവും ഗൗരവത്തിലുള്ള ശിർക്ക്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുക, തൗഹീദിനെ കുറിച്ച് ബോധം നൽകുക, പരലോകത്തെ കുറിച്ച് ചിന്ത നൽകുക. അദ്ദേഹം മകനോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രം പറയാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നീ ഒരു കാര്യം കൃത്യമായി അറിയണം. നീ ചെയ്യുന്ന ഒരു തിന്മ അത് ഒരു കടുകുമണിക്ക് തുല്യമാണെങ്കിൽ പോലും അത്രയും നിസ്സാരമാണ്. അത് അതീവ രഹസ്യമായാണ് ചെയ്തത്. അതൊരു പാറക്കുള്ളിലോ 7 ആകാശങ്ങളിൽ എവിടെയോ 7 ഭൂമിക്കുള്ളിൽ എവിടെയാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരും, നിന്നെ വിചാരണ ചെയ്യും. ഈ ഒരു ബോധം സജീവമായും നിനക്ക് ഉണ്ടാകണം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബോധം നമ്മുടെ മക്കൾക്കും നമ്മൾ നൽകണം. അതിനൊരു പക്ഷേ നിർക്കനെ അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവും കഴിവും നമുക്ക് ഇല്ലെങ്കിൽ പോലും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ള പല സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ ധാരമുറിയാതെ നടക്കുന്നുണ്ട്. അതിലേറ്റവും സാന്ദർഭികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു പരിപാടി. ഇത് ഞാൻ മെമ്പറിൽ പറയുന്നത് അതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയാണ്.
ഇത്തരത്തിലുള്ള മക്കൾ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള അവർക്കുള്ള കൃത്യമായ നിർദ്ദേശം കിട്ടുന്ന, ബോധം നൽകുന്ന ഏറെ ഫലപ്രദമായ ഒരു സംരംഭമാണ് നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് മംഗലാപുരത്താണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ദഅവ സംരംഭത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു കാര്യം. അതിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുടെ മക്കൾ, നമ്മുടെ സ്വന്തം മക്കൾ, അവരെയൊക്കെ അതിൽ പങ്കെടുപ്പിച്ച് അവർക്കൊക്കെ നല്ലൊരു ബോധമുണ്ടായി പരലോകത്തുന്നവർ നമ്മുടെ കൂടെ അവരെ ഉണ്ടാകാൻ, അവർക്ക് ആവശ്യമായ ഉപദേശം കിട്ടുന്ന ഒരു വേദിയിലേക്ക് അവരെ എന്ത് പ്രയാസം സഹിച്ചു നിങ്ങൾ അവിടെ എത്തിക്കാൻ ശ്രമിക്കണം. അതിന് സാമ്പത്തികമായ ബാധ്യതയുമുണ്ട്. അത് നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അതുമായി സഹകരിക്കുക കൂടി വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.